പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഒരു അച്ഛനാകണമെന്നോ സന്യാസിയാകണമെന്നോ സന്യാസിനിയാകണമെന്നോ ആവശ്യമില്ല. ഇന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് കോപ്പിയിങ് ആൻഡ് പേസ്റ്റിംഗ് ദ ലൈഫ് ഓഫ് ദോസ് കോൺസെക്രേറ്റഡ് പീപ്പിൾ. ആത്മീയരായിരിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും കന്യാസ്ത്രീയമ്മമാരും ഒക്കെ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക, അതുപോലെ ഫുൾ ടൈമേഴ്സ് ആകുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ സാഹചര്യത്തിന് ഇണങ്ങുന്ന രീതിയിൽ ദൈവവിചാരം ഉണ്ടായിരിക്കുക, ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുക, ഒരു ആലോചന ഉണ്ടായിരിക്കുക, അത്രയൊക്കെ മതി. നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെലവഴിക്കുന്ന സമയമല്ലേ അവരുമായിട്ടുള്ള ഇൻറ്റിമസി കൂട്ടുന്നത്. വിദൂരതയിലായിരുന്നു കൊണ്ട് നമുക്കതിന് കഴിയില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥന നമുക്ക് ആ ഇൻറ്റിമസി കൂട്ടും. ഈ ദിവസങ്ങളിൽ സ്പെൻഡ് ടൈം ഇൻ പേഴ്സണൽ പ്രയർ സോ ദാറ്റ് വി മേ ഗ്രോ ഇൻ ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായി ഇൻറ്റിമസി വളർത്താൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഇൻറ്റിമസി വളർത്തി എന്ത് സംഭവിക്കും? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങും.